ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ചക്കയാണ്. ചക്കയും കൊണ്ട് ഞാൻ ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചക്കയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. ഉണ്ടായിരുന്നൊരു ചക്ക, അത് ഞങ്ങൾ വേവിച്ചൊക്കെ കഴിച്ചു. ഇതിപ്പം എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ എനിക്ക് ഇന്നലെ കൊണ്ടു തന്നതാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കും. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചക്ക ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അരക്കൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തി വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ അരക്കുള്ള ചക്കയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് ഹാഫ് പോർഷൻ ഇത് ഞാൻ എടുക്കുന്നില്ല. ഇത് നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ കൊടുക്കാൻ പോവാണ്. ഇനി എനിക്ക് ഇത്രയും മതി. ഇതെടുത്തിട്ട് ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിക്കുകയാണേ. ഇങ്ങനെ മുറിച്ചിട്ട് ഇനി നമ്മൾ ഇതുണ്ടല്ലോ, ചെറിയ കുഞ്ഞു ചുളകളാണിത്. എന്നിട്ട് ഈ മുള്ളുള്ള ഭാഗമെല്ലാം നമുക്കതങ്ങ് ചെത്തിക്കളയണം. അപ്പോൾ അങ്ങനെ അതിന് ശേഷം കാണിക്കാം എങ്ങനെയാണിത് ചെത്തുന്നതെന്ന്. കൈയൊക്കെ മുറിയാതെ ചെയ്യണേ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എല്ലാ ഭാഗവും എടുക്കുക. ഈ മുള്ളുള്ള ഭാഗമൊക്കെ നമ്മളങ്ങ് കളഞ്ഞു. ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കയ്യിൽ അരക്കൊക്കെ ആയിരിക്കുന്നത് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഈ മുള്ളു ഭാഗം അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. കൈ മുറിയാതെ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ മുള്ളും കളഞ്ഞാൽ മതി. കരിമുള്ളും കൂടെ അങ്ങ് കളയണം. ഇങ്ങനെ നമുക്ക് ഒരു കുഞ്ഞി കഷ്ണമായിട്ട് മുറിച്ച് ഇതിനകത്തോട്ട് ഇതേപോലെ മുറിച്ചങ്ങോട്ട് ഇടാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കഴുകി, നമ്മുടെ ചക്ക കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇത് കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ലേശം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ വേകാനായിട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് മതി. നമ്മൾ ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഈ ചക്ക വെന്തോന്ന് നോക്കാൻ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിരുന്നു അടുപ്പത്ത്. ചക്ക വെന്തോന്ന് നോക്കിയാൽ ഈ ചക്കയിൽ ഇങ്ങനെ ഒന്ന് ചകണിയിലോ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം അന്നേരം വെന്തിട്ടുണ്ടാകും. അല്ലാതെ ഈ കുഞ്ഞിൻ്റെ ഭാഗം അവിടെ അങ്ങനെ ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമില്ലാതെ ഇതൊന്ന് വാർത്തെടുക്കാം. സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇങ്ങനെ കോരിയെടുത്ത് നമുക്കിങ്ങനെ വയ്ക്കാം. വെള്ളം വാർന്നിട്ട് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം. വളരെ ഈസിയാണ്. പിന്നെ ഇത് കൊത്തി വേണമെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം. പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. വളരെ ടേസ്റ്റാണ് അതിന്. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം ഇത് വെന്ത സാധനം ഇതൊന്ന് തണുക്കണം. ഇത് നല്ല ചൂടാണ്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ചതയ്ക്കോ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അന്നേരം ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് നമ്മുടെ തോരനിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് ഞാൻ മിക്സിയുടെ ജാറിലാണ്. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അമ്മിക്കല്ലിൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പം 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണിൽ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 12 അല്ലി 12 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. പിന്നെ അത് നമ്മുടെ ചക്കയുടെ അളവിനനുസരിച്ച് വേണം എടുക്കാൻ നിങ്ങൾ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒന്നുകിൽ നമുക്കിതാ ഇങ്ങോട്ട് പോസിൻ്റെ ഇതുണ്ടല്ലോ ബട്ടൺ, അങ്ങോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി നമുക്ക്. ഈ പരുവത്തിന് നമ്മൾ തോരന് ചതയ്ക്കുന്നത് അതേ പരുവത്തിന്. ഇപ്പോൾ കാന്താരി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാളികേരം ചതഞ്ഞും കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മീഡിയം സൈസിലുള്ള ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് കറക്കി കറക്കി കൊടുക്കാം. നിർത്തി നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഇതുപോലെയാണ്, ഈ പരുവത്തിലായിരിക്കണം. ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് ആ കൂഞ്ഞൊക്കെ ചിലപ്പോൾ വലിയ കഷ്ണമൊക്കെ കാണും. ഇതിങ്ങനെ അത് നമുക്ക് മാറ്റിയിട്ടിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ചതച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പം ഏറ്റവും വളരെ ഈസി മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൊത്തിയൊക്കെ എടുക്കണേ ഒരുപാട് സമയം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കല്ലിൽ വെച്ച് ചതയ്ക്കുന്നതിനേക്കാളും ഇതുപോലത്തെ വലിയ പീസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ചതച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്ക ഇതെല്ലാം ഇവിടെ നന്നായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിനാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാളികേരവും ചതച്ചത് ഇവിടെയുണ്ട്. ഇത് മുളകൊക്കെ കാന്താരി മുളകൊക്കെ ചേർത്തത് കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ പാൻ വെച്ച് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാനിവിടെ. വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ടത്, അത് ഒഴിച്ച് കൊടുത്തു. ഇനി അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒരു ഇത്രയും കടുക് മതി. ആ കടുക് ഇങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മൾ അടുത്തതായിട്ടിടുന്നത്, കടുക് പൊട്ടിയിട്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയ സമയത്ത് നമ്മുടെ ചുമന്ന അരിയിലെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി, ഈ അരി നമുക്ക് വറുത്ത് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം, ഇങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ അരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് മൊരിഞ്ഞ് ഇങ്ങനെ ഇതേപോലെ പൊട്ടും. കണ്ടോ, പൊട്ടി വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ അരി മുഴുവൻ പൊട്ടുക. പൊട്ടിയതിന് ശേഷം അടിയിൽ കിടക്കുന്നുണ്ട്, അത് മുഴുവൻ പൊട്ടിയതിന് ശേഷം ഇനി നമുക്ക് വറുത്തിടുന്ന മുളക് ഒരു 2-3 പൊട്ടിച്ചിട്ട് കൊടുത്തു. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ പിന്നീടുള്ളത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തു. ഒന്ന് കുറച്ച് കൊടുക്കുക. ഈ കുറച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കുക. അത് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക്, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു അരപ്പിലേക്ക്, അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു കളർ കിട്ടാൻ വേണ്ടി ചെറിയ സ്പൂണിന് നമ്മൾ കാന്താരി മുളക് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എരിയില്ലാത്ത മുളകാണ്. ഒരു കളറിന് വേണ്ടിയിട്ട് ആ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചക്ക നമ്മുടെ വെന്തിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ ആദ്യം അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലോട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ചക്ക വെന്തിരിക്കുകയാണ്. അതിൽ ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പൊടി ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിൽ ഉപ്പുണ്ട്, എന്നാലും ഞാൻ ഇതിൽ നിന്ന് ഒരു പൊടിയുപ്പ്
കൂടുതൽ വേണ്ട. കൈ കൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു അരപ്പിലേക്ക് മാത്രം ഒരു പൊടിയിപ്പം ഇട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. അത് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ വെന്ത ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പ് അടിയിൽ നിന്ന് മേളിലോട്ട് നമുക്ക് അരപ്പെല്ലാം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി ഇപ്പോൾ നമ്മുടെ എല്ലാം വെന്തിരിക്കുന്നതാണ് എങ്കിൽ പോലും നമ്മളിത് ഇതുപോലെ ഒന്ന് അമക്കി വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിരിക്കുകയാണല്ലോ നമ്മൾ ആദ്യം തന്നെ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ആവി കയറിക്കോട്ടെ. അതുവരേക്ക് 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് തുറന്ന് നോക്കാം. ഹായ്, നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ആവിയൊക്കെ കയറി ഉണ്ടാവും. നമ്മുടെ വെള്ള കാന്താരി ആണ് നമ്മൾ ചേർത്തത്, അതുകൊണ്ടാണ് ഈ കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുമന്ന മുളകാണെങ്കിൽ മറ്റൊരു കളറാണല്ലോ വരിക. സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് മാറ്റാം. നല്ല പൊരി പോലത്തെ തോരൻ. നമ്മുടെ ഈ ചൂടുള്ള ഈ തോരനും കൂട്ടി ചോറൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം വീട്ടിൽ ചക്കയുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് മൂക്കാത്ത ചക്കയാണ് എടുക്കേണ്ടത്. നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു നല്ല ലുക്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് ചൂട് ചോറും നല്ല മീൻകറിയും മീൻ വറുത്തതും മെഴുക്ക് പുരട്ടിയും നല്ലൊരു മോരുകറിയൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് ചൂടോടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ നല്ല കറികളുടെ റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് കാണണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.